Origin Skok, IT, The Fake, റൈറ്റർ ഡയറക്ടർ അരുൺ ശിവവിലാസം. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഫൈസൽ അലി. അദ്ദേഹം സ്ഥിരമായിട്ട് പ്രകൃതി പച്ചപ്പൊക്കെ നന്നായിട്ട് എടുക്കുന്ന ആളാണ്, പോച്ചപ്പുല്ലെല്ലാം കത്തിച്ച്. ബട്ട് ഈ സിനിമ അർബൻ സെറ്റിംഗ് ആണ്, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കമ്പയർ ടു അതർ ധ്യാൻസ് ഫിലിംസ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി വാസ് ബെറ്റർ. റിയാസ് ബദറാണ് എഡിറ്റിംഗ്, അതുപോലെ നിഹാൽ സാദിഖാണ് മ്യൂസിക് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു ഗർഭപ്പാട്ട്, ഒരു ശോകപ്പാട്ട്, അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. വില്യം ഫ്രാൻസിസ് ആണ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടാൽ മനസ്സിലാവും ഐഡൻറ്റിറ്റി ദ ഫേക്ക്, അതായത് വൻ പരിപാടികളാണ്. ഹാക്കിംഗ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ച് ഒരു ഭീകരത സൃഷ്ടിക്കുന്നുണ്ട് സിനിമ. ടൈറ്റിൽ വരുമ്പോഴേക്കൊരു ഗ്രാഫിക്സാണ്, ഗംഭീരമായിട്ടുള്ള ഗ്രാഫിക്സ്. അതായത് ഇതിൻ്റെ ഡയറക്ടറുടെ ക്രിയേറ്റിവിറ്റി ലെവൽ അതിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. തൂങ്ങി മരിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീ, ഇപ്പോൾ ഗർഭം ഗ്രാഫിക്സ് ആണല്ലോ, ഉള്ളിൽ വയറിൻ്റെ ഉള്ളിലൊക്കെ സ്കാൻ ചെയ്ത പോലെ കാണാം. കുട്ടി ഇങ്ങനെ കിടക്കുന്നു, ഗർഭിണി തൂങ്ങി മരിക്കുന്നു. ഗർഭിണി കയറ് കെട്ടി തൂങ്ങിയാടുമ്പോൾ കുട്ടി ഉള്ളിൽ പൊക്കിൾ കൊടിയിൽ തൂങ്ങിയാടുന്നു. ഒരേ സമയം 2 മരണം. അത് ഭീകരമായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നു. അളവ് കാണും പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള റേഞ്ച്. പിന്നെ നമ്മുടെ ധ്യാനിൻ്റെ സിമ്പിൾ എൻട്രിയാണ്. എല്ലാ സിനിമകളിലെയും പോലെ ധ്യാൻ വരുന്നു, ധ്യാനായിട്ട് തന്നെ ഇരിക്കുന്നു, ധ്യാനിനെ കാണിക്കുന്നു. കഥാപാത്രത്തിൻ്റെ പേര് മാറി കാണും, അത്രയേ ഉള്ളൂ. ദിവ്യ പിള്ളായ് ഭാര്യ സിന്ദൂരമൊക്കെ ഉണ്ട്, ഇരിക്കുന്നു. എന്തോ IVയോ ഗർഭമോ, വീണ്ടും ഗർഭപരിപാടിയാണ്. അങ്ങനെ ആണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നെ ഷാജോൺ ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്. ബ്രദേഴ്സ് ഓഫ് ഡിസ്ട്രക്ഷൻ പൊളിഞ്ഞു വീഴാറായ ഒരു ഫ്ലാറ്റിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. ഈറ്റിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പാണ്, ഒരു കമ്പനിയാണ്, ഫുഡ് ഡെലിവറി കമ്പനിയാണ്. അതിൻ്റെ ആളുകളാണ്, അതിൻ്റെ നടത്തിപ്പുകാരാണ് ധ്യാനും ഷാജോൺ. ഇതാണ് സിനിമയുടെ തുടക്കത്തിലുള്ള സെറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കോമഡി ഉണ്ട്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉല്ലാസ് പന്തളത്തിൻ്റെ കോമഡി അറിയാലോ, ആ ലെവൽ അറിയാലോ. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ഇങ്ങനെ റൗണ്ട് ടേബിളിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുക, പ്രൊജക്ടർ വെച്ചിട്ട് സ്ക്രീനിൽ ഇങ്ങനെ എന്തോ കാണിക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ഫുഡ് ഡെലിവറി ആപ്പ് ആയതുകൊണ്ട് ചെറുപ്പക്കാരാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ ധ്യാൻ വിളിക്കുകയാണേ, ബോയ്സ്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് നോക്കും. അപ്പോൾ ഓട് വൺ ഔട്ട് എന്ന് പറഞ്ഞ പോലെ ഉല്ലാസ് പന്തളം മാത്രം തിരിഞ്ഞ് നോക്കൂല. എന്താ കാരണം മറ്റൊന്നുമല്ല, ഉല്ലാസ് പന്തളം ബോയ് അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പ്രായം പറയുന്നുണ്ട്. എത്രയാ പ്രായം എന്ന് ചോദിച്ചപ്പോൾ പറയാണ് മധു. ചെവിയും കേൾക്കാത്ത കഥാപാത്രമാണ്. പ്രായം ചോദിച്ചപ്പോൾ പേരാണ് പറയുന്നത്, മധു. അപ്പോൾ അത് കോമഡിയാണ്, മനസ്സിലായില്ലേ? ബോയ് എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കൂല എന്നുള്ള ഒരു കോമഡിയൊക്കെ സിനിമയിലുണ്ട്. അതുപോലെ ഷാജോണിൻ്റെ ഒരു കോമഡിയുണ്ട്. ഒരു പയ്യൻ ഡെലിവറി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡെലിവറി നടത്തുന്ന പയ്യൻ, ഇവരുടെ ഈറ്റിക്കോ കമ്പനിയിലെ ഒരു സ്റ്റാഫ്. ഈ പടം ഞാൻ പറയാം, ഇതിൽ ഇങ്ങനത്തെ പരിപാടികൾ കുറേ ഉണ്ട്, വൻ പരിപാടികൾ വരാൻ പോകുന്നത്. കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്ന കോമഡിയാണ്, എടാ നിൻ്റെ ഫോണ് വല്ല ഇരുമ്പ് കമ്പനിയിൽ കൊണ്ട് വിൽക്കോ, കമ്പിക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് എന്ന് പറയുമ്പോൾ ഹോ കോമഡി. ധ്യാനിൻ്റെ കഥാപാത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്, മറ്റൊരു സിനിമയിലും കാണാത്ത പ്രത്യേകതകളാണ്. ഒന്ന് EMI, ധാരാളമായി EMI അടയ്ക്കുന്ന ഒരു കുടുംബസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ പാദസരം കടം ചോദിക്കുക, അങ്ങനെ പ്രത്യേക വിനോദങ്ങളുള്ള ഒരു ഭർത്താവ്. പക്ഷേ വളരെ സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവ്. വലിക്കുന്നത് കിങ്സ്. ധ്യാൻ്റെ ഈ കഥാപാത്രം കേരളത്തിലെ ഏത് പെട്ടിക്കടയിൽ പോയിട്ട് സിഗരറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ കടക്കാരൻ അല്ലെങ്കിൽ കടക്കാരി കിങ്സ് എടുത്തു കൊടുക്കും. ഒരു കിങ് ധ്യാൻ വലിക്കുന്നു, ബാക്കി കളയുന്നു. ഒരു പാക്കറ്റിൽ നിന്ന് ഒരു കിങ് മാത്രമേ ധ്യാൻ വലിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ധ്യാനിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദിവ്യ പിള്ളൈ, ഗർഭിണി വിത്ത് സിന്ദൂരം. അവരുടെ ഇഷ്ടഭക്ഷണം ബോട്ട. ഈ ബോട്ട എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ബട്ടൂര ലൊട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദിസ് ഈസ് ബൂട്ട. എനിക്കൊരു ബൂട്ട വാങ്ങിച്ചു തരുമോ? സിനിമ ആരംഭിച്ച് ഇതിനിടയ്ക്ക് വല്ല ക്ഷീണം കൊണ്ടോ മറ്റോ നിങ്ങൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കേട്ട് ഞെട്ടി ഉണരാൻ പോകുന്നത് ഒരു കമ്പിക്കഥ കേട്ടുകൊണ്ടായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ പഴയ മൊത്തച്ചെപ്പി ഫയർ കാലഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ക്ലബ് ഹൗസിലേക്കോ പെട്ടെന്ന് എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചാവും ഞെട്ടി എഴുന്നേൽക്കുക. ഒരുത്തൻ ഇങ്ങനെ ഒരു കമ്പിക്കഥ ഇങ്ങനെ തളാത്മകമായി പറയുകയാണ്. പിന്നീട് ഈ സിനിമയിൽ ഉടനീളം നായകൻ്റെ അന്വേഷണമാണ്. ഇന്നും തീരാത്ത പ്രവേശം. നായകൻ ഷബിഡോങ്കി ഷിൻഡഗി. എന്താണ് നായകൻ അന്വേഷിച്ച് പോകുന്നത്? തൊണ്ട് തേടിയുള്ള യാത്രയാണ് നായകൻ്റെ. ഇതിൻ്റെ റൈറ്റർ
നല്ല രീതിക്ക് റിസേർച്ച് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. റിസേർച്ച് നടത്തിയിരിക്കുന്നത് വാട്സപ്പ് തുണ്ട് ഗ്രൂപ്പുകളിലാണെന്ന് മാത്രം. ഈ സിനിമയിലെ തുണ്ട് ഗ്രൂപ്പുകളുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കിടുവ. നടികൾ വെടികൾ ഒരു തുണ്ട് ഗ്രൂപ്പിൻ്റെ പേരാണ്. ആടയില്ല ഉടലുകൾ മറ്റൊരു തുണ്ട് ഗ്രൂപ്പിൻ്റെ പേരാണ്. ഇങ്ങനെ കുറേ തുണ്ട് ഗ്രൂപ്പുകളും വാട്സപ്പും പരിപാടിയൊക്കെയാണ്. പിന്നെ നായകൻ്റെ ഇന്നും തീരാത്ത പ്രവേശം, ഇങ്ങനെ അന്വേഷിച്ച് പോവുക, തുണ്ട് ഗ്രൂപ്പുകൾ തേടി ഇങ്ങനെ യാത്ര. കൂടാതെ ധ്യാനിൻ്റെ കഥാപാത്രത്തിന് ചില ഹോബീസൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിൽ കയറിയിട്ട് സ്വന്തം ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് തുണ്ട് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനത്തെ കലാപരിപാടികളാണ്. പിന്നെ ധ്യാൻ്റെ മോശമൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഭയങ്കര ഇടിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്നുണ്ട് ധ്യാൻ. ഭയങ്കര ഇടിക്കാരനാണ് ധ്യാനതിനകത്ത്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ. പിന്നെ ഇത് കൂടാതെ ഭഗത്ത്, അലക്സാണ്ടർ പ്രശാന്ത്, അതുപോലെ നമ്മുടെ ജോണി ആൻ്റണി, സീരിയൽ നടൻ ജയകൃഷ്ണൻ, ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. ഇതിൽ ഷാലു റഹീമിനെ അറിയാലോ, തേരിക്കട ദുൽഖറിൻ്റെ കമ്മട്ടിപ്പാടത്തിൽ ദുൽഖറിൻ്റെ ബാല്യകാലം ചെയ്ത നടൻ ഷാലു റഹീം. പുള്ളി ഇതിൽ ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബോൾഡാണ്. സിനിമ കാണണം നിങ്ങൾ. അടുത്ത കാനിലേക്ക് അയക്കണം ഈ സിനിമ. അങ്ങനെയാണെങ്കിൽ ഷാലു റഹീമിന് അവാർഡ് ഉറപ്പാണ്. ബരാക്ക് ഒബാമയ്ക്ക് ടെലിഗ്രാമിലും അയച്ചു കൊടുക്കുക ഈ സിനിമ. അപ്പോൾ പുള്ളിയും അടുത്ത വർഷം കൊണ്ട് 2025 ബരാക്ക് ഒബാമ കണ്ട ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ID ദ ഫേക്ക്. ഷാലു റഹീമിൻ്റെ കഥാപാത്രം താമസിക്കുന്ന മുറിയുടെ ചുമരിൽ ലാലേട്ടൻ്റെ മറ്റേ എപ്പിക് ഡയലോഗ് ദേവാസുരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദാഡോ വരെ നിന്നേവത്തെ. ആ സാധനം ചോദിക്കല്ല, എന്താഡോ നിന്നേവത്തെ. 20 വർഷം മുൻപേ ഷോർട്ട് ഫിലിമാക്കി ഇറക്കിയാൽ പോലും ഫ്രഷ് അല്ലാത്ത ഒരു സാധനം. അതുപോലത്തെ കഥ 1996 ബബുക്ക് ഡാസയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ മോർഫ് ചെയ്തിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, വിൻഡോസിൻ്റെ പെയിൻറ്റിനകത്ത്. അന്ധകാലത്ത് അത് ഫ്രഷായിരുന്നു. ഇവിടെ അമേരിക്കയിലല്ല, ഇവിടെ. എന്നിട്ട് ഇപ്പോഴും ഉള്ള കാലഘട്ടത്തിലാണ് ഈ കഥ കാണിക്കുന്നത്. ഏത് കഥ? പിക്സാർട്ടിൽ മോർഫ് ചെയ്ത കഥ എന്തോ ഭീകരത കാണിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. വന്നിട്ട് പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്ത വില്ലന്മാർ, എൻ്റെ പൊന്നെ, എന്തുവാ ഇവരൊക്കെ എഴുതി വെക്കുന്നത്? സീരിയസ്ലി. കാരണം ഇത് ഭീകരത. തുണ്ടറിയണ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പോരെ. ഈ അടുത്ത് തന്നെ പല പ്രമുഖരും അവരുടെ പല കുലുക്കി തക്കാത്ത ഇറങ്ങിയ സമയത്ത് ആണെന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ, അത്ര സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. അപ്പോഴാണ് പിക്സാർട്ടിൽ എഡിറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവിടെ എക്സാംസ്റ്റർ മുതൽ ഡീപ്പ് വെബ്, ഡാർക്ക് വെബ് വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുള്ള അങ്ങനത്തെ സ്ഥലത്താണ് ഈ പിക്സാർട്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊന്നും യാതൊരു വിധത്തിലും ഒരു തരത്തിലുള്ള പുതുമയും നൽകുന്നില്ല. മാത്രമല്ല കാലത്തെ പിറകോട്ട് വലിച്ച് പിന്നെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലുള്ള പരിപാടികൾ, സബ്ജക്റ്റൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ മസ്റ്റായിട്ട് വേണ്ടൊരു സാധനമുണ്ട്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീ വരണം, സ്ത്രീ കൈവീശി അടിക്കണം. എന്താണിക്ക ഇവരൊക്കെ ഇത്രയേ ഉള്ളുക്ക എന്ന് പറയുന്ന പോലെ സ്ത്രീ അങ്ങ് കൈവീശി അടിക്കണം. എന്നാലാണ് സ്ത്രീയുടെ ഒരു ശാക്തീകരണം അവിടെ പൂർത്തീകരിക്കുള്ളൂ. അത് ഒക്കെ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെയുള്ളൊരു സിനിമ. ഈ സിനിമ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും പിക്സാർട്ട് യൂസ് ചെയ്യരുത്. എല്ലാവരും ഇപ്പോഴും തന്നെ പിക്സാർട്ട് കയ്യിലുണ്ടെങ്കിൽ, ഫോണിലുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളി, അൺഇൻസ്റ്റാൾ ചെയ്ത് കളി. വേണ്ട, പിക്സാർട്ട് നമുക്ക് വേണ്ട. അത് നാശത്തിലേക്കുള്ള പോക്കാണ് എന്നാണ് ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടെ, ധ്യാനിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, ദിവ്യപിള്ളை ചെയ്ത കഥാപാത്രത്തോട് ഇങ്ങനെ പറയുന്നുണ്ട് ദേഷ്യം പിടിക്കുന്ന ഒരു ഘട്ടത്തിൽ. നീ അക്ഷയയിൽ പോയി വെറുതെ കസേരയിൽ ഇരിക്കും പോലെ അല്ല. മീൻസ് അക്ഷയയിൽ പോയിട്ട് ഈ സ്ത്രീകളൊക്കെ വെറുതെ കസലിരിക്കുകയാണ്, ഈറ്റിക്കോയിലെ പോലെ ഇദ്ദേഹത്തെ പോലെ കാര്യമായിട്ട് പണിയൊന്നുമില്ല എന്ന രീതിക്ക് അത് ശരിയല്ല. എൻ്റെ അറിവിൽ കേരളത്തിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കാളും, ഏതൊരു മുനിസിപ്പാലിറ്റിയേക്കാളും, ഏതൊരു കോർപ്പറേഷനിലേക്കാളും, ഏതൊരു വില്ലേജ് ഓഫീസിലേക്കാളും കൂടുതലായിട്ട് ഹെക്റ്റിക്കായിട്ട് ഇടതടവില്ലാതെ ഒരു ഡേ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അക്ഷയയിൽ ഉള്ളത്.